പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന്. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ രാജ്യസഭാ അധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് നയിക്കും. നാഗാലാൻഡ് ഉപമുഖ്യമന്ത്രി യാൻതുംഗോ പാട്ടനും സംഘത്തിലുണ്ട്. അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം, അതിന്റെ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ് ആരംഭിച്ചു കഴിഞ്ഞോ? എന്തൊക്കെയാണ് വത്തിക്കാനിൽ നിന്നുള്ള വിവരങ്ങൾ? കാണുന്നത് ലിയോ 14 മാർപ്പാപ്പ ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസുലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉച്ചയ്ക്ക് 1:30 ഇന്ത്യൻ സമയം 1:30, വത്തിക്കാൻ സമയം കൃത്യം 10 മണിക്കാണ് ഈ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. തിരുക്കർമ്മങ്ങൾക്ക് മധ്യയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം നടക്കുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന സാന്താ മാർത്തയിലെ വസതിയിൽ നിന്നും സെന്റ് പീറ്റേഴ്സ് ബസുലിക്കയിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിശ്വാസികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. ഇന്ത്യൻ സമയം 1:30 ഈ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. ഈ തിരുക്കർമ്മങ്ങളിലൂടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. ഈ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിരുന്ന പത്രോസിൻ്റെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കഴുത്തിലണിയുന്ന പാലിയും സ്വീകരിക്കുന്നതാണ് ഈ സ്ഥാനാരോഹണത്തിലെ പ്രധാന ചടങ്ങ്. ആ ചടങ്ങ് നടക്കുന്നത് കുർബാനയുടെ ഇടയിലാണ് ഈ രണ്ട് ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നത്തെ ഈ തിരുക്കർമ്മം പൂർത്തിയാകുന്നതോടെ അദ്ദേഹം കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി ചുമതലയേൽക്കും. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്ന പെറുവിൽ നിന്നടക്കം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ അമേരിക്കയിൽ നടക്കം നിരവധി വിശ്വാസികളാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസുലിക്കയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ലത്തീൻ ഗ്രീക്ക് ഭാഷകളിലായിരിക്കും ഇന്നത്തെ ഈ കുർബാന നടക്കുന്നത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മെത്രാന്മാർ, വൈദികർ, ഡീക്കൻ, വ്യത്യസ്ത പദവികളുള്ള 3 കർദിനാൾമാർ, അതായത് കത്തോലിക്ക സഭയുടെ 240 കർദിനാൾമാരുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്ത ചുമതലകൾ വഹിക്കുന്ന 3 കർദിനാൾമാരും ഒപ്പം തന്നെ പ്രധാന ഡീക്കൻ കർദിനാളുമാണ് പാലിയം അദ്ദേഹത്തെ അണിയിക്കുക. പാലിയം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ സ്ഥാനിക ചിഹ്നങ്ങളിൽ ഒന്നായ പാലിയും മോതിരവും ഇത് അണിയിക്കുന്നതോടുകൂടിയാണ് ഒരാൾ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം വരെ ഈ സ്ഥാനിക മോതിരവും ഒപ്പം തന്നെ പാലിയുമായിരിക്കും അദ്ദേഹം നടക്കുക. അദ്ദേഹത്തിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകും. അത് ഒപ്പം തന്നെ മുൻ മാർപ്പാപ്പയിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് പോപ്പ് ഫ്രാൻസിസിൽ നിന്ന് വ്യത്യസ്തമായി, പോപ്പ് ഫ്രാൻസിസ് താമസിച്ചിരുന്നത് വത്തിക്കാനിലെ മാർപ്പാപ്പമാർക്ക് അനുവദിച്ചിട്ടുള്ള കൊട്ടാരത്തിലല്ലായിരുന്നു, സാന്താ മാർത്തയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം എന്ന് പറയുന്നത്. എന്നാൽ പുതിയ മാർപ്പാപ്പ താമസിക്കുന്നത്, ലിയോ 14 മാർപ്പാപ്പ താമസിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് ചേർന്നുള്ള കൊട്ടാരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വീകരണം എന്ന് പറയുന്നത്. ഈ പൊതുജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 പേര്, അതായത് ജനങ്ങളിൽ നിന്നും പ്രതിനിധാനം ചെയ്യുന്ന 12 പേരും ഇന്നത്തെ ഈ ചടങ്ങുകൾക്ക് സാക്ഷിയാകും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന, അതായത് തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി സെന്റ് പീറ്റേഴ്സ് ബസുലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാന്താ മാർത്തയിൽ നിന്നും സെന്റ് പീറ്റേഴ്സ് ബസുലിക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ വരുന്ന വാഹനം, ഈ
വാഹനം മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന, അതായത് വിശ്വാസികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാഹനം ഗസയ്ക്ക് വേണ്ടി നൽകിയിരുന്നു. അത് മുൻ മാർപ്പാപ്പമാരെല്ലാം ഉപയോഗിച്ചിരുന്നത് ആ വാഹനമാണ്. എന്നാൽ ലിയോ 14 ഉപയോഗിക്കുന്നത് പുതിയ വാഹനമാണ്. ആ വാഹനത്തിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യം, അതായത് എന്തായിരിക്കും മാർപ്പാപ്പയായി എടുത്തതിന് ശേഷം, സ്ഥാനാരോഹണം നടത്തിയതിനു ശേഷം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടെ കാണുന്നത്. ഇനിയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഇന്ത്യൻ സമയം 1:30 ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായ ലിയോ 14 മാർപ്പാപ്പ അവിടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ധന്യ.